അയ്യോ ഇവിടെ ഭയങ്കര ചൂടാ, നാട്ടിലെ പോലെ ഒന്നല്ലേ. ഈ കാലാവസ്ഥയൊക്കെ ഭയങ്കര ഒരു AC മേടിക്കാനൊക്കെ പ്ലാൻ ഉണ്ട്. അതൊക്കെ മേടിക്കും, നമ്മളിവിടെ നിന്നാ മതിയല്ലോ. ഞാൻ രാവിലെ ഇടിയപ്പം അല്ല ഇഡ്ഡലി കഴിച്ചു. ഇഡ്ഡലി. നീയാ? എടാ കിര, എടാ ഒരു മിനിറ്റ്. എടാ ഇങ്ങോട്ടൊന്ന് വന്നേ. അത് ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ജീവൻ ശല്യാണല്ലോ. എന്താടാ? എടാ ഒന്ന് പെട്ടെന്ന് വാടാന്ന്. അവൻ കിടന്ന് കാറിക്കൊണ്ടിരിക്കും, ഞാൻ വിളിക്കാം. ഒരു മിനിറ്റ്, നീ ഹോൾഡ് ചെയ്യ. കട്ട് ചെയ്യണ്ട കേട്ടോ, ഇപ്പൊ വരാം. എന്താടാ? എടാ മോട്ടർ ഒന്ന് ഓഫ് ചെയ്തടാ. എന്തോന്ന്? എടാ മോട്ടർ ഒന്ന് ഓഫ് ചെയ്തടാ. നീ മോട്ടർ ഓഫ് ചെയ്യാനാണോ എന്നെ വീട് മൊത്തം ചുറ്റിച്ചേ? എടാ എന്റെ കയ്യിലും വെള്ളമാണ്, ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുവല്ലായിരുന്നാ. വെള്ളം എന്താണ് ഓഫ് ചെയ്യടാ പോയിട്ട്? ഇവിടെ കറണ്ട് അടിച്ചാ അവിടെ പോയി. അത് നിന്നെ ഞാൻ കുഴിച്ചിട്ടോളാം. അല്ല എന്നാ ഒരു കാര്യം, ഞാൻ മോട്ടർ ഓഫ് ചെയ്യാം, നീ ഈ പാത്രം ഒക്കെ കഴുകാവോ? മോട്ടർ ഞാൻ ഓഫ് ചെയ്യാം. അങ്ങനെയാണ്. അത് പറ, ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. നിനക്ക് എന്നായിരുന്നു അവിടെ പണി? ഞാനൊരു കോളിലായിരുന്നു. കോളിലായിരുന്നു. നല്ല സൂചിച്ചിരുന്ന് ഫോൺ ചെയ്താ? അങ്ങനെയല്ലായിരുന്നു, അത് അർജന്റ് കോളായിരുന്നു. അർജന്റ് കോളായിരുന്നു. നീ ആ മോട്ടർ ഓഫ് ചെയ്തേ. നീ ഓഫ് ചെയ്യടാ. എന്നാ നീ പോയി ഫോൺ ചെയ്തോ. നിന്റെ ഫോൺ പൊട്ടിത്തെറിച്ച് പണ്ടാരമാണെങ്കിൽ പോകും. എന്തെങ്കിലും വിളിക്കട്ടാ. നീ ഞാൻ വല്ല പറഞ്ഞാൽ കൂടി മോട്ടർ ഓഫ് ചെയ്യാനും പറ്റില്ല. പണി ഞാൻ ഫോൺ അവിടെ വെച്ചോ. ചിലപ്പോ അടുക്കളയെ കാണുമായിരിക്കും. എടാ എന്റെ ഫോൺ കാണുന്നില്ല. നിന്റെ ഫോൺ കാണാത്തന്നെ ഞാനെന്നാ ചെയ്യാനാ? നീ കണ്ടല്ലോ, ഞാൻ ഫോൺ വെച്ചിട്ടാണല്ലോ പോയത്. നീ ഇവിടെ നിന്ന് ഫോണൊന്നും പറ്റില്ല, ഒന്ന് പോടാ. എന്റെ പൊന്നളി, ഞാൻ ഇവിടെ വെച്ചു. ഞാൻ മോട്ടർ ഇവിടെ. എടാ നീ എന്ന് ഇവിടെ മോട്ടർ ഒന്നും ഓഫ് ചെയ്യാൻ വന്നില്ല, ഞാനാ മോട്ടർ ഓഫ് ചെയ്തത്. നീ ഇവിടെ എന്നിട്ട് തിരിച്ചു പോയതാ ഫോൺ വിളിക്കാനുണ്ടെന്നും പറഞ്ഞു. അല്ല ഞാനിങ്ങനെ തട്ടിയപ്പം എന്ത് വേണം, നിനക്കൊരു വെളിവില്ലേ ഇപ്പം വന്ന് അളിയാ. എടാ നീ ഫോൺ അവിടെ എങ്ങാണ്ട് ചെയ്ത് വെച്ചു. തമാശ പറയാനല്ലേ ഫോൺ. ഒന്ന് പോടാ അവിടെ, നിനക്ക് വേറെ പണി ഒളിപ്പിച്ച് വെച്ചേക്കും. കാണിക്കാൻ വൃത്തിയോട് കാണിക്കണം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞു, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നീ ചുമ്മാ ഉണ്ടായിരുന്ന വൃത്തിയായിട്ടാണ്. നീ വല്ലാത്തൊരു മൈൻഡിലേക്കാട്ടെ ഇപ്പൊ വരുന്നത്. ഓക്കെ ഒളിപ്പിച്ചിട്ടുണ്ടോ? അവരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. നിനക്കിപ്പോ എന്നാ വേണ്ട? എടാ ഫോൺ കാണുന്നില്ല. ഫോൺ കാണുന്നില്ല? ഞാൻ ഇവിടെ ഫോൺ വെച്ചിട്ടാ പോയത് കേട്ടോ. ഫോൺ കാണിക്കും. എന്നാ ഇവിടെ ഉണ്ടോന്ന് നോക്ക്. ഫോൺ അവിടെ ഉണ്ടോ? ഇല്ല അളിയാ. പക്ഷെ ഇല്ലല്ലോ. ഉറപ്പാണല്ലോ നിന്റെ കയ്യിലൊന്ന്? എന്റെ ഇല്ല. ഞാൻ നന്ദി ഇവിടെ നിന്ന് പാത്രം അത് വേണ്ട, നീ കഴിക്കോ. എന്നാലും ഇവിടെ ഇരിപ്പുണ്ട്. അഭിനയൊക്കെ സിനിമയിൽ മതി, കാണിക്കല്ലേ. അപരാധിൽ കയറും. നീ എന്ത് വൃത്തികെട്ടവനാണ് നീ. ചുമ്മാ ഫോൺ തന്നെ, ചുമ്മാ എനിക്ക് കോൾ ചെയ്യാനുള്ളതാ. വൃത്തികേട്ടാ. നീ ഫോൺ തന്നെ. എന്ത് ഫോൺ തന്നെ? നിന്റെ ഫോൺ നീ എവിടെ വെച്ചത്? ഞാൻ ഇവിടെ വെച്ച്. ഇവിടെ നല്ല നിന്റെ ഫോൺ വെച്ചത്? പിന്നെ അവിടെ വെച്ച്. നീ വേറെ നീ എവിടെ ഫോൺ ചെയ്ത്? ഞാൻ അവിടെ ഫോൺ ചെയ്തത്. എന്നാ അവിടെ പോയി നോക്കാം. ഇവിടെ വാടാ, അവിടെ പോയി നോക്കാന്ന്. എന്നാ പോ. നീ എവിടെ ഇരുന്നത്? ഇവിടെയാ? എടുത്ത് ഈ ഇരിക്കണ പിന്നെ നീ തേങ്ങയാണ്. നിന്റെ കണ്ണിന്റെ അകത്ത് തന്നെ കുരുവായിരുന്നു. ഇത് കണ്ടില്ലേ? 2 മിനിറ്റ് മുമ്പ് ഈ സാധനം ഇവിടെ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. ഇപ്പൊ എന്നെ പറന്നു വന്ന ഇവിടെ. എന്റെ പൊന്നയുടെ ബാക്കിയുള്ളവൻ്റെ ഒരു പണി ചെയ്തോണ്ടിരിക്കുവാണോ? അതിന്റെ ഇടയ്ക്ക് നിനക്ക് ഒന്ന് ശല്യപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ ശല്യം ചെയ്യാൻ പറ്റിയ പണിയല്ലേ ചെയ്തോണ്ടിരിക്കണേ. ഇത് എന്തുകൊണ്ട് പാത്രം കഴിയലല്ലേ? എന്നാ നിനക്ക് എടുക്കോ? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. എന്റെ സ്റ്റാൻഡേർഡ് പറ്റുന്ന പരിപാടിയാ. പോണ നിന്റെ സ്റ്റാറ്റസ്. എടാ ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചില പണികളൊക്കെ ചെയ്യേണ്ടി വരും. ഒരു വീടാകുമ്പോഴത്തേക്ക് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഇവിടെ താമസിക്കണമെങ്കിൽ നിനക്ക് വാടക വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടാ. ഇങ്ങനെ പോയിട്ടൊന്നും വേണ്ട. പക്ഷെ എടാ ഫോൺ എന്തെങ്കിലും ആട്ടെ. ഇന്നലെ തുണി അലക്കിയത് ആരാ? നീ അലക്കിയത്. തറ തുടച്ചത് ആരാ? നീ ആയിരിക്കും.
പാത്രം കഴുകാരാ? അത് നീ ആയിരിക്കും. അപ്പൊ മോൻ ഇവിടെ ഭയങ്കര സുഖിച്ച് ഫോണിലും തോണ്ടി ഇങ്ങനെ ഇരിപ്പ്. എന്റെ പൊന്നളി, എനിക്ക് അർജന്റ് കോളായിരുന്നു. നിനക്കറിയാമല്ലോ, എനിക്ക് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് ലൈഫായിട്ട്. നിന്നെ പറ്റി ലക്ഷ്യമില്ലാന്ന് നടക്കുന്നല്ല, മനസ്സിലായല്ലോ. ആരും ലക്ഷ്യമില്ലാത്ത ഞാൻ. പിന്നെ അല്ലാണ്ട് നീ സിനിമക്കാരെന്ന് കഴിഞ്ഞ ദിവസം നിന്നെ ആഡ് ചെയ്യാൻ കണ്ടു ആ ക്രീമിന്റെ. ഒയ്യോ ഉഗ്രനായിട്ടുണ്ട്. നീ സൂപ്പർ സ്റ്റാർ ആവും കേട്ടോ. ഞാൻ സൂചിപ്പിക്കൊന്നും വേണ്ട കേട്ടാ. ആ അല്ലാതെ ഞാൻ അങ്ങനെ ആടൊക്കെ ഞാൻ ഇനിയും വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യും. നീ അങ്ങനെ സൂചിപ്പിച്ച് കാര്യം നേടാനും നടത്തണ്ട. തുണിയലക്കാനുണ്ട്, വേഗം വന്ന് തുണിയലക്കിക്കോളാം. ആ 2 പാത്രം ഞാൻ കഴുകി വെച്ചേക്കാം. അത് പറഞ്ഞപ്പോഴാ എടാ, ആ ആഡില്ലേ, ആ ക്രീം തേച്ചപ്പോ നിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നല്ലോ. അല്ല അതൊക്കെ എനിക്കറിയാം. അതൊക്കെ നമ്മള് പൊളിച്ച് നന്നായിട്ടുണ്ടായിരുന്നു. നീ കൂടെ ഇന്നും കൂടെ ഒന്ന് അലക്ക്. നാളെ ഞാൻ അലക്കാം, ഉറപ്പായിട്ടും. ഞാൻ നോക്കട്ടെ. നീ അത്ര വില കാര്യം നേടാൻ എന്തായാലും നമ്മുടെ ബുദ്ധിയൊക്കെ ഏറ്റ് രണ്ടും ഇച്ചിരിച്ച പണിയൊക്കെ എടുക്കാൻ തുടങ്ങി. കുഴപ്പമില്ല. ജീവമോൻ അത്യാവശ്യം നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. ആ കിരൺ മോനാ ഇച്ചിരി കള്ളത്തരം. കിരൺ അല്ലെങ്കിലും പണ്ടേ അങ്ങനെയാ. ഒരു അസൈൻമെന്റ് പോലും അവൻ കോളേജിൽ നിന്ന് മര്യാദയ്ക്ക് ചെയ്യാറില്ല. എപ്പോ നോക്കിയാലും ക്ലാസ്സിന് പുറത്താ. ആ സ്വഭാവം തന്നെ ഇവിടെയും കാണിക്കുന്നു. ഒരു ജോലിയും വൃത്തിയായിട്ട് ചെയ്യുന്നില്ല. അവൻ ഇച്ചിരി വേലമടിയനാ. പക്ഷെ മറ്റവൻ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കും കൂടെ ഒന്ന് സഹായിക്കാം. എനിക്കിങ്ങനെ മടിയാ ആണുങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് വെറുതെ ഇരുന്ന് തിന്നുന്ന കാര്യം. അയ്യേ ആന്റി, എന്താ ആന്റി ഇങ്ങനെ സംസാരിക്കുന്നേ? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണിത്. അത്ര വലിയ ഇംഗ്ലീഷ് വാക്കൊന്നും പറയണ്ട. ആന്റിക്ക് വയ്യ വെറുതെ ഇരുന്ന് തിന്നാൻ, അത്രേ ഉള്ളൂ. അയ്യേ ആന്റി, ഈ അവരെ ഒറ്റയ്ക്ക് പണിയെടുപ്പിക്കുക, അവര് ഹെൽപ്പ് ചെയ്യാന്നൊന്നും പറയരുത്. നമ്മള് അവരും കൂടെ ഭക്ഷണം കഴിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടണമെന്നുണ്ടോ? അതില്ല. എന്നാലും അവര് മാത്രം ചെയ്തിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് തിന്നുന്നത് ഇച്ചിരി നാണക്കേടുള്ള പരിപാടിയല്ലേ? ഇത്രയും കാലം ആന്റി ഒറ്റയ്ക്കല്ലേ എല്ലാ പണിയും ചെയ്തോണ്ടിരുന്ന വീട്ടില്. ആന്റി അങ്കിളിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇപ്പൊ എന്തായി? അങ്കിൾ ഒരു കുഴി മടിയനുമായി അല്ലേ? ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ച് ആന്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിയാ. ഈ സൊസൈറ്റി ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ആന്റീനെ പോലത്തെ മൂരാച്ചികളാണ് ഇങ്ങനെ പെണ്ണുങ്ങൾ പണിയെടുക്കണം, ഒരു പെണ്ണിന് കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ ആദ്യം കൊടുക്കുന്ന ഉപദേശം അവിടെ പോയിട്ട് പണിയൊക്കെ മര്യാദയ്ക്ക് ചെയ്യണേ, അവിടെ നിലം തുടക്കണേ, അമ്മായി അമ്മയോട് നന്നായിട്ട് പെരുമാറണേ. ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെയൊന്നും അല്ല പെൺകുട്ടികളെ വളർത്തണ്ടേ. പിന്നെ എങ്ങനെ? അതായത് കുറച്ചും കൂടെ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കണം. ആണുങ്ങൾക്ക് വേണം പറഞ്ഞു കൊടുക്കാൻ, അവളെ ഹെൽപ്പ് ചെയ്യണം, അവളെ കൊണ്ട് മാത്രം പണി എടുപ്പിക്കരുത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവരെയാണ് ഇത് ചെയ്യേണ്ടത്, അല്ലാണ്ട് പെൺകുട്ടികളെ അല്ല. അപ്പൊ അങ്ങനെ ചെയ്യാല്ലേ? അങ്ങനെ തന്നെ ചെയ്യണം. എന്നാ അവന്മാര് തന്നെ പണിയെടുക്കട്ടെ, നമുക്ക് കുറച്ച് ആള് വെറുതെ ഇരിക്കാം. സത്യം. ഇനി ഒരു 2-3 മാസത്തേക്ക് അവന്മാര് തന്നെ മുഴുവൻ പണിയെടുക്കട്ടെ. സെറ്റ് അല്ലേ? സെറ്റ്. ജീവമോനെ. ആന്റി എന്നാ ഉണ്ട്? ഞാൻ സഹായിക്കാം. ഓ വേണ്ട, ഐ വിൽ മാനേജ് ഇറ്റ്. ഫീൽ ഹോം. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം. അല്ല, എന്നാലും ഞാനും കൂടി ചെയ്താൽ പെട്ടെന്ന് തീരുമായിരുന്നു. ഓ വേണ്ട, ഞാൻ ചെയ്തോളാം. അല്ല, നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാണുമ്പോഴേ ആൻറ്റിക്കൊരു വിഷമം. വേണ്ട ആന്റി, ഞാൻ ചെയ്തോളാം. 2 പാത്രമെങ്കിലും ആൻറ്റി കഴുകിത്തരാം. വേണ്ട ആന്റി, ഞാൻ ചെയ്തോളാന്ന്. ആന്റി പേടിച്ചു പോയല്ലേ? ഞാൻ ചുമ്മാ തമാശ കടിച്ചില്ല. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം, ഒരു പ്രശ്നമില്ലെന്നേ. വേണ്ടല്ലേ? വേണ്ടെന്നേ. എന്നാ ശരി. ആ